ഹലോ ഹലോ എല്ലാവർക്കും എയർ ട്രാവൽ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഒരു പ്രധാന ഏരിയയിലാണ്. ഖത്തറിലുള്ള ഇസ്ബ എന്ന് പറയും. ഇസ്ബ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ട് കാറ്റിൽ, അതായത് ഈ കന്നുകാലി വർഗത്തിൻ്റെ, അതുപോലെ ആട്, മാട്, ഒട്ടകം, ഇതിൻ്റെയൊക്കെ ഒരു ആവാസ കേന്ദ്രമാണ്. ഇവിടെയാണ് ഇതിനൊക്കെ വളർത്തുന്നത്. ഫാം ഏരിയ ആണ്, അത്രയും പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ ഫാം ഏരിയ. ഒട്ടകത്തിൻ്റെ സെക്ഷനുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴികൾ, അതുപോലെ താറാവ്, പലതരത്തിലുള്ള മുയലുകൾ, പിന്നെ പലതരം, അതുപോലെ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വളർത്തുന്ന മൃഗങ്ങൾ ഒരുവിധമൊക്കെ ഇവിടെയുണ്ട്. പശു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടകം, ആട്, ഇതെല്ലാം ഉള്ളൊരു ഏരിയയാണ്. വളരെ ശാന്തമായ ഏരിയ. കൂടുതലും ഇവിടുത്തെ ജോലിക്കാരൊക്കെ സുഡാൻ, അതുപോലുള്ള ബംഗ്ലാദേശ്, അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. ഇത് അവരുടെ ഒരു ആവാസ കേന്ദ്രമാണ്. ഇവിടെ വളരെ വിശാലമായ ഫാമുകളുണ്ട്. വളരെ വിശാലമായിട്ടുള്ള ഫാമുകൾ, അതുപോലെ അവർക്ക് വേണ്ട പല ടെൻ്റ് അടിച്ചിട്ട്, അതുപോലെ അവർ താമസിക്കുന്ന ടെൻ്റ് അടിച്ചിട്ടാണ്. പിന്നെ ഫാമുകൾക്കൊക്കെ തകര ഷീറ്റൊക്കെ ഇട്ടിട്ട് വേലി കെട്ടിയിട്ടാണ് ഫാമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൽ വളരെ പതിനായിരക്കണക്കിന് ആടുകൾ, പോലെ ആയിരക്കണക്കിന് ഒട്ടകങ്ങളൊക്കെ ഓരോ ഭാഗത്താണ്. അതുപോലെ തന്നെ ആട്, ഇതൊക്കെ കാണുന്നത് ആടിനെ വളർത്തുന്ന ഏരിയ. ഇവിടെ ഇങ്ങനത്തെ ഏരിയയിലാണ്. അപ്പോൾ നിങ്ങൾ മരുഭൂമി അല്ല, ഇതൊരു മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല. ഇതിന് തൊട്ടടുത്തായി സൽവാർ റോഡുണ്ട്. വളരെ വിശാലമായ ഏരിയയാണ്. അപ്പോൾ എന്നാലും പിന്നെ സിറ്റിയിൽ നിന്നും അകന്നിട്ടുള്ളൊരു ഏരിയ. ഇതിപ്പോൾ നമ്മളെ ഖത്തറിലുള്ളവർക്കറിയാം, അക്വ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ പിന്നെ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സൗദിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ റോഡുകളെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് റോഡുകളൊന്നുമില്ല. റോഡുകളെന്ന് പറയുന്നത് ഇവിടെയുള്ള ഇത് മെറ്റലിക്ക് ആയിട്ടുള്ള വരവരുത്ത റോഡുകളാണ്. അത് അപ്പോൾ ഓഫ് റോഡുകളാണുള്ളത്. ഉണ്ട്, ചെറിയ റോഡുകളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട്, ഫാമിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഓഫ് റോഡുകളായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാം. വലിയ വലിയ ഫാം ഹൗസ് ഒക്കെ കാണാം. അതിൽ ആയിരക്കണക്കിന് ആടുകളുള്ള ഫാം ഹൗസുകളുണ്ട് ഇവിടെ. ഇതിനടുത്തായിട്ടൊരു ഫുർജാൻ മാർക്കറ്റുണ്ട്. ഫുർജാൻ മാർക്കറ്റിൽ അത്യാവശ്യം റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ പിന്നെ സലൂണ് എല്ലാം ഉണ്ട്. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അതാണ് ചെറിയൊരു ഫുർജാൻ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആളുകൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ നോക്കിയിട്ട് ഇതിന് വെള്ളം കൊടുക്കണം, ഇതിന് ഭക്ഷണം കൊടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഭക്ഷണം പ്രത്യേകിച്ച് പുല്ല് ഇതാക്കിയിട്ട് കട്ടാക്കിയിട്ട് വരിക ചെയ്യുന്നത്. പുല്ല് ഇവിടെ ഫാം ഹൗസുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതന്നെ മെഷീനിൽ വെട്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഇവിടത്തേക്ക് വരുന്നത്. അത് അവർക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ വെള്ളം കൊടുക്കും. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാത്തിനും കൊടുക്കും. ആടുകളാണ് കൂടുതലുള്ളത് ഏരിയയിൽ. പലതരം ആടുകളുണ്ട്. ചെമ്മരിയാട്, അതുപോലെ തന്നെ മറ്റുള്ള പല വെറൈറ്റി ആടുകൾ ഇവിടെയുണ്ട്. നമുക്ക് മനോഹരമായിട്ടുള്ള ആട്ടിൻകൂട്ടങ്ങൾ, അതുപോലെ തന്നെ ഇവരെല്ലാം കാണാം. നാട്ടിനെ മേയിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാർ, അവരിവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഫാമുകളൊക്കെ അധികവും ഇവിടുത്തെ സ്വദേശീയരായ ആൾക്കാരുടേതായിരിക്കും. അല്ലെങ്കിൽ അത് സ്വകാര്യമായിട്ടുള്ള മറ്റ് വിദേശികൾക്കൊന്നും അത്ര ഫാം തുടങ്ങാൻ അവർക്കൊരു പ്രധാനം പണ്ട് ഉണ്ടായിരുന്നൊരു സമ്പ്രദായം അവർ തുടർന്ന് പോകുന്നേ ഉള്ളൂ. അവർക്ക് ഫാം ആവശ്യമാണ്. എല്ലാവർക്കും ഇവിടുത്തെ സ്വദേശികൾക്കൊക്കെ അതൊരു പണ്ടത്തെ ഒരു രീതിയാണ്. അത് ഇന്നും അവരെന്ത് ചെയ്യുന്നില്ല, ആ പാരമ്പര്യം വിടാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലിക്കാരെയും ആക്കിയിട്ട് അതിന് അത്യാവശ്യം വേണ്ട
മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത്യാവശ്യം വേണ്ട വെള്ളം സജ്ജീകരണങ്ങൾ ജലസേന സജ്ജീകരണങ്ങൾ ചെയ്ത് കൊടുത്തിട്ട് ഇവർ ഫാമിൽ ചെറിയ ഫാം ഹൗസ് ഉണ്ടാവും ഇവിടെ. ചിലപ്പോൾ അവരോട് ഒന്ന് താമസിക്കും. അങ്ങനെ കുറച്ച് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ട്. ഇതൊക്കെ കാണുന്നത് ഫാം ഹൗസുകളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓഫ് റോഡുകളുണ്ടെന്ന്. ഈ ഓഫ് റോഡിൽ കൂടെ തന്നെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. പിന്നെ 4 വശത്തായിട്ടും ചെറിയ മെയിൻ റോഡുകളുണ്ട്, ടാർ ചെയ്ത റോഡുകളുണ്ട്. പിന്നെ കുറച്ച് നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തൊക്കെ നല്ല മെയിൻ റോഡുകളുണ്ട്, ഹൈവേ ഉണ്ട്, മെയിൻ റോഡുകളൊക്കെ ഉണ്ട്. പിന്നെ അധികം ഉള്ളിലോട്ടാണ് അത് വളരെ ഉൾഭാഗത്തെ മരുഭൂമിയിലാണെന്നൊന്നും വിചാരിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ ടൗണിൽ നിന്ന് കുറച്ച് പിന്നെ ദോഹ ടൗണിൽ നിന്നൊക്കെ കുറച്ച് ഉൾഭാഗം മാബൂനാക്കല ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളവർക്കറിയാം. അപ്പോൾ ഈ സൽവാർ റോഡിലേക്ക് പോകുന്ന റൗത്ത് റാഷിദി ആ ഭാഗത്ത് നിന്ന് റൈറ്റിലോട്ട് പോകുന്ന ഭാഗത്താണ് ഇതുള്ളത്. അപ്പോൾ ഇതൊരു വിശാലമായ ഏരിയ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. പിന്നെ അത്രയധികം അതിനെ പരിചരിക്കാനുള്ള ആൾക്കാരും മറ്റുമായിട്ട്. പിന്നെ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയും ആളുകൾ ജീവിക്കുന്നു. അവരെ ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വളരെ ദൂരത്തോളം സൗദിയിലെ പോലെയൊന്നും അത്ര ഒറ്റപ്പെട്ടുള്ള ഏരിയ അല്ല. എന്നാലും പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റോഡ് സൈഡിൽ നിന്ന് തന്നെ പറയാവുന്നേ ഉള്ളൂ. അത്രയും ഫാം ഹൗസ് അധികം മെയിൻ റോഡ് അല്ലെങ്കിൽ ഹൈവേ ഒന്നും അധികം അകലെ അല്ലാത്തൊരു രീതിയിലാണ് ഇവിടെ ഇതിനുള്ളിൽ എത്തിയാൽ വേറൊരു ഇങ്ങനെ കാണുന്നത്. പിന്നെ അതിൻ്റെ ഫാം ഹൗസ് അവിടുത്തെ പിന്നെ ആട് ഒട്ടകങ്ങൾ അതുമായിട്ടുള്ളൊരു ജീവിതമാണ് ഇവർക്കുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഓരോ ഫാം ഹൗസിൻ്റെ സെറ്റപ്പ് ഇതാണ്. ഈ വേലികളൊക്കെ ഉണ്ടാക്കി ഇതുപോലുള്ള വേലികൾ ഉണ്ടാക്കി ഇതിനുള്ളിൽ ചെറിയ ചെറിയ വേലികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ആട്ടിനൊക്കെ വളർത്തുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പി വേലികളൊക്കെ കെട്ടിയിട്ട് അതിന് തീറ്റ കൊടുക്കാനൊക്കെ